അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു അത്ഭുത ലോകമാണ്. ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ യാത്രികർക്കും സൂക്ഷ്മ ഗുരുത്വാകർഷണ അന്തരീക്ഷത്തിൽ ദീർഘകാല പരീക്ഷണങ്ങൾ നടത്താനുള്ള അതുല്യമായ ഒരു പ്ലാറ്റ്ഫോമാണത്. ഈ മഹത്തായ നിലയത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലെത്തിയ അദ്ദേഹം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ, പ്രത്യേകിച്ചും അഭിമാനകരമായ ഗഗൻയാൻ ദൗത്യത്തിന് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും അവസരം ലഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പൗര ബഹിരാകാശ യാത്രികൻ കൂടിയാണ്. ശുഭാംശുവും അദ്ദേഹത്തിന്റെ 3 സഹയാത്രികരും ജൂൺ 26-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. വെറും ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഈ ഹ്രസ്വകാല ദൗത്യത്തിൽ ISROയുടെ നിർദ്ദേശപ്രകാരം 7 സുപ്രധാന പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഈ പരീക്ഷണങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിന് ബഹിരാകാശത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ദീർഘകാല ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നവയാണ്. വ്യാഴാഴ്ച ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കെ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ബംഗളൂരുവിലെ ISRO ശാസ്ത്രജ്ഞരുമായി ഫോണിൽ സംസാരിച്ച് തന്റെ പരീക്ഷണങ്ങളുടെ പുരോഗതിയും നേരിട്ട വെല്ലുവിളികളും പങ്കുവച്ചത് ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് ആയതുകൊണ്ട് ഇവിടെ ആ പേര് ഉപയോഗിക്കുന്നു. ശുഭാംശുവിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുകയും പരീക്ഷണ വിവരങ്ങളും നിലയത്തിലെ മറ്റ് പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ സോമനാഥ്. ഇത് ഗഗൻയാൻ ദൗത്യത്തിന് നിർണായകമാകുന്നതാണ് എന്ന് ചെയർമാൻ വ്യക്തമാക്കിയത് ശുഭാംശുവിന്റെ ഈ ദൗത്യം ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അടിവരയിടുന്നുണ്ട്. ശുഭാംശു ശുക്ല ഏറ്റെടുത്ത പരീക്ഷണങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് ബഹിരാകാശത്തെ മനുഷ്യന്റെ നിലനിൽപ്പിനെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരപേശികളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ബഹിരാകാശത്തെ സൂക്ഷ്മ ഗുരുത്വാകർഷണ ബലത്തിൽ മനുഷ്യ ശരീരത്തിലെ പേശികൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പേശികൾ ക്ഷയിക്കുകയും അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അവയുടെ തീവ്രത എത്രത്തോളമാണ്, എങ്ങനെ ഇവയെ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അത്യന്താപേക്ഷിതവുമാണ്. ശുഭാംശു നടത്തിയ പഠനങ്ങൾ ഭാവിയുടെ ബഹിരാകാശ യാത്രികർക്ക് ആരോഗ്യപരമായി വെല്ലുവിളികൾ കുറഞ്ഞ യാത്രകൾ സാധ്യമാക്കാൻ സഹായിക്കും. കൂടാതെ മൈക്രോ ആൽഗെ പരീക്ഷണമാണ്. അതായത് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പോകുന്നവർക്ക് സുസ്ഥിരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം രൂപകൽപ്പന ചെയ്യേണ്ടത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നേരിടാൻ മൈക്രോ ആൽഗയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ ശുഭാംശു നടത്തി. ബഹിരാകാശത്ത് ആൽഗെ എങ്ങനെ വളരുന്നു, അവയെ എങ്ങനെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭാവിയിലെ ബഹിരാകാശ സ്റ്റേഷനുകളിലും ദീർഘകാല യാത്രകളിലും ഭക്ഷണ സുരക്ഷ ഉറപ്പാക്കാൻ നിർണായകമായേക്കാം. അടുത്തതായി സയനോബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സയനോബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനവും ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ബഹിരാകാശത്ത് ജലത്തെ ശുദ്ധീകരിക്കാനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും സയനോബാക്ടീരിയയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടെത്തുന്നത് ഭാവിയിലെ ബഹിരാകാശ കോളനികളിലും പരിമിതമായ വിഭവങ്ങളുള്ള ബഹിരാകാശ വാഹനങ്ങളിലും ജീവൻ നിലനിർത്താൻ സഹായിക്കും. ഈ പരീക്ഷണങ്ങളെല്ലാം ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിന് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകും. ഗഗൻയാൻ ദൗത്യം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയച്ച് ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുള്ളതാണ്. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ചും യാത്രികന്റെ ആരോഗ്യത്തിലും സുരക്ഷയിലും ശുഭാംശുവിന്റെ പരീക്ഷണ ഫലങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള തന്റെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ISRO ശാസ്ത്രജ്ഞർ നടത്തിയ അക്ഷീണ പ്രയത്നങ്ങളെ ശുഭാംശു ശുക്ല പ്രശംസിക്കുകയുമുണ്ടായി. ഇത് ISROയുടെ പ്രതിബദ്ധതയും സാങ്കേതിക മികവും എടുത്തു കാണിക്കുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയാകാൻ തനിക്ക് അവസരം ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശുഭാംശു നന്ദി പറഞ്ഞതായും ISRO അറിയിച്ചു. ഇത് ഈ ദൗത്യത്തിന് രാജ്യത്തിന്റെ പരമോന്നത തലത്തിൽ നിന്നുള്ള പിന്തുണയും അംഗീകാരവും ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സുപ്രധാന ചർച്ചയിൽ ISROയിലെ ഉന്നതരായ പല ശാസ്ത്രജ്ഞരും ഡയറക്ടർമാരും പങ്കെടുത്തുവെന്നതും ശുഭാംശുവിന്റെ ദൗത്യത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്.
വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ എം മോഹനൻ, ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഡയറക്ടർ ES പത്മകുമാർ, LPSC മുൻ ഡയറക്ടർ N വേദാചലം എന്നിവരും ശുഭാംശുവുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ഈ പ്രമുഖരുടെ സാന്നിധ്യം ദൗത്യത്തിന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ശുഭാംശു ശുക്ലയുടെ ഈ ബഹിരാകാശ ദൗത്യം കേവലം ഒരു പരീക്ഷണ യാത്ര എന്നതിലുപരി ഇന്ത്യയുടെ ബഹിരാകാശ ഭാവിക്ക് ഒരേ ദിശ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് സുരക്ഷിതമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ ആവശ്യമായ അറിവും സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നതിന് സഹായിക്കും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദൗത്യ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും ശുഭാംശുവിന്റെ ദൗത്യം സഹായിക്കും. ആക്സിയം 4 ദൗത്യം ഒരു വാണിജ്യ ബഹിരാകാശ ദൗത്യമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഭാവിയിൽ ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ സംരംഭങ്ങൾക്കും വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. ബഹിരാകാശത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് ഇന്ത്യയുടെ ദൃഷ്ടി പതിക്കുമ്പോൾ ശുഭാംശു ശുക്ലയെ പോലുള്ളവരുടെ ദൗത്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നുണ്ട്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന് കരുത്തു പകരുന്ന ഓരോ ചുവടുവെപ്പും ഭാവി തലമുറകൾക്ക് പ്രചോദനവും അഭിമാനവുമാണ്. ഈ വിവരങ്ങൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി വിശകലനം ചെയ്ത് ഗഗൻയാൻ ദൗത്യത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്.